രോഹിതേട്ട, താരസംഘടനയിൽ നിന്ന് അവസാനം ജയൻ ചേർത്തലയും ജോയി മാത്യുവും കൂടി രാജിവെച്ചിരിക്കുകയാണ്. കുറെ ആരോപണങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റുകളും നടത്തിയതിനു ശേഷമാണ് രാജി വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ടോ? താരസംഘടനയിലെ കഥകൾ താരങ്ങൾ ചർച്ച ചെയ്യട്ടെ, താരങ്ങൾ കേൾക്കട്ടെ എന്നുള്ളതാണ്. താരങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, താരസംഘടനയിലെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? എനിക്കൊന്നും കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇത് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ന്യൂസ് ഫോളോ ചെയ്യാറുമില്ല. ഫീൽഡിൽ വരാറുണ്ടെങ്കിൽ പോലും അത് വായിക്കാറോ അല്ലെങ്കിൽ വീഡിയോ മുഴുവൻ കാണാറോ ഇല്ല. നമ്മളൊരു TV ഓൺ ചെയ്തൊരു കേബിൾ TV വെച്ച് നമ്മൾ 24 റിപ്പോർട്ടറോ ന്യൂസ് 24 മലയാളമോ അടക്കമുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വെച്ചാൽ താരസംഘടനയിൽ പൊട്ടിത്തെറി, ജോയി മാത്യു രാജിവെച്ചു, ജയൻ ചേർത്തല രാജിവെച്ചു, വാർത്ത നമ്മൾ കാണുന്നില്ലേ? ബിഗ് TV മാത്രമാണ്. അന്ന് എനിക്ക് തോന്നുന്നു അവർ കൊച്ചി റിപ്പോർട്ടറിന്റെ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലില്ല. അവരും എനിക്ക് തോന്നുന്നു അന്ന് വിടാൻ ആളില്ലാതിരുന്നുകൊണ്ട് എന്തോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവരും അത് ചെയ്തേനെയായിരുന്നു. ഇപ്പോ നിങ്ങൾ ഈ വലിയ സലീം കുമാർ ഏട്ടന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിൽ നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് വന്നല്ലോ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകാർ. അതായത് ആരുടെയെങ്കിലും നെഞ്ചത്തൊരു വിടവ് കണ്ടാൽ അല്ലെങ്കിൽ പാവാടയുടെ ഇറക്കം കുറഞ്ഞാൽ അവിടെയെല്ലാം ക്യാമറ വെക്കുന്നവരാണെന്നൊക്കെ മറ്റൊരു സാധനമുണ്ട്, ഒരു മൈക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും മാധ്യമ പ്രവർത്തകനായി എന്നാണ് വിചാരം. അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന മുൻനിര മാധ്യമങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ കളിയാക്കുന്ന ഇവരൊക്കെ അവിടെ പോയി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവര് 1-2 പേര് ചേർന്നതായിരിക്കാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തുന്നത്. അവർ റീച്ചിന് വേണ്ടിയിട്ട് അവരവിടെ പോയി നിന്ന് പല ആംഗിളിൽ ഇതെടുക്കുന്നു. അപ്പോൾ ഈ 24 ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയപ്പോൾ അതിൽ അജിൻ എന്ന് പറയുന്ന, അങ്ങനെയാണെന്ന് പുള്ളിയുടെ ഒരു അവതാരകൻ, അജിൻ കലാഭവനോ എന്തോണം, ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടിമാരൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ചിട്ടാണ് വരുന്നത്, ഇന്നയിടത്ത് ഇറങ്ങും, ഇന്നതുപോലെ വരും. അപ്പോൾ അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് പൈസ കൊടുത്തത് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒരു വിധത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ പോയി ഈ അമ്മയുടെ മീറ്റിംഗ് ഒക്കെ കവർ ചെയ്തിടുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. സ്വാഭാവികമായിട്ട് താരങ്ങളെ കാണാൻ ഒരു പ്രേക്ഷകരുണ്ട്, ഇതൊന്നും വലിയ സംഭവമാണെന്ന് തോന്നുന്ന പ്രേക്ഷകരുണ്ട്. അതേസമയം അവിടെ ചെന്ന് നിൽക്കുകയാണ്, ജേർണലിസവും പഠിച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ഒരു ക്യാമറയും ഒരു മൈക്കും മാത്രം കൊണ്ട് മാത്രം മാധ്യമ പ്രവർത്തകരാകാത്ത വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിലെ നിങ്ങൾ ലക്ഷക്കണക്കിന് ജേർണലിസ്റ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രഗത്ഭന്മാരായ ജേർണലിസ്റ്റുകൾക്ക് മൈക്കും ക്യാമറയും കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് ഏഷ്യാനെറ്റ് മുതൽ ഇന്നലെ തുടങ്ങിയ സാറ്റലൈറ്റ് ചാനൽ വരെയുള്ള റിപ്പോർട്ടർമാരെ. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകരെ കിട്ടും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്ത് തേങ്ങയാണ് കിട്ടുക? അമ്മയിൽ പൊട്ടിത്തെറിച്ചാൽ അത് അമ്മയിലുള്ളവർ തീർക്കണം. ജനങ്ങൾക്ക് എന്ത് കാര്യം? ജനങ്ങൾക്ക് എന്താ കാര്യം? ഇവരവിടെ വരുന്നു, ഈ മാധ്യമ പ്രവർത്തകർ വരെ വെളിയിൽ നിർത്തിയെങ്ങനെ? അവിടെ നല്ല ബിരിയാണിയും എന്തൊക്കെയോ വലിയ കാറ്ററിംഗുകാരുടെ വലിയ വമ്പൻ കാറ്ററിംഗുകാരാണ് അവിടെ ഫുഡ് വിളമ്പുന്നത്. അതെങ്ങനെ അറിയുന്നത്? ബാസിത് പ്ലേറ്റിനെ പോലെയൊക്കെയുള്ള ഫുഡ് ബ്ലോഗേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യാൻ വരുന്നതുകൊണ്ടാണ് എനിക്കതറിയാവുന്നല്ല, ഞാൻ പോയി നോക്കിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഈ അമ്മ സംഘടന നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് സാധാരണക്കാർക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? കിട്ടിയതായി അറിവില്ല. കൈനീട്ടം എന്ന് പറയുന്ന പദ്ധതി അവരുടെ അമ്മ സംഘടനയിൽപ്പെട്ട താരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അമ്മ സംഘടന മെമ്പർഷിപ്പ് വേണമെങ്കിൽ 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെയാണ് കൊടുക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. ഇപ്പോ 5-6 സിനിമയിലൊക്കെ അഭിനയിച്ച ആളുകളിലേക്ക് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കാറുണ്ട്, സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പുറത്ത്. അപ്പൊ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അത്രയും പൈസയൊന്നും കിട്ടി തുടങ്ങിയില്ലല്ലോ ഇത് എന്നാണ് അവർ പറയുക. വലുതായിട്ടൊരു എമൗണ്ട് അവിടെ കൊടുക്കണം. എന്നിട്ട് അവിടെ പോയി ഈ കണ്ട ക്ഷേത്രങ്ങള്, വലിയ ബിസിനസ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇവിടുന്നൊക്കെ പണം കൈപ്പറ്റി അവരവിടെ നിന്ന് വലിയ ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇവര് ചാരിറ്റി ഇത് ഫണ്ടുകൾ സമാഗ്രഹിച്ചുകൊണ്ട് വലിയ ചാനലുകാരുമായി ബന്ധപ്പെട്ട് ഷോ നടത്തും. സാധാരണക്കാരൻ ടിക്കറ്റ് എടുത്ത് ഷോ കണ്ടോണം. ഇവന്റെയൊക്കെ സിനിമകൾ ടിക്കറ്റ് എടുത്ത് കാണും, ഈ ഷോയും ടിക്കറ്റ് എടുത്ത് കാണും. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു താരത്തെ ഏതെങ്കിലും ഒരു പാവം പിടിച്ചു തൊട്ടാൽ ടീഷർട്ട് ഇട്ട് വന്നവന്മാരെ കൊണ്ട് ഇടിപ്പിക്കും. എന്തിനാ ഇത് തെള്ളിക്കറി കാണാൻ പോകുന്നത്? എന്തിനാ ഇത് തെള്ളിക്കറി കാണാൻ പോകുന്നത്? അവർ മനുഷ്യരാണ്, നമ്മളെ പോലെ ജോലി ചെയ്യുന്നു, നമ്മൾ അവരെ വെള്ളിത്തിരയിൽ കാണുന്നു. ഇപ്പൊ മോഹൻലാൽ താഴെ വന്നു പറഞ്ഞാൽ കാണാൻ നമ്മൾ പോകുമായിരിക്കും. പക്ഷെ അയാളുടെ കൂടെ 4 മറ്റേ ജിമ്മന്മാരെയും പിടിച്ചു നിർത്തിയിട്ട് അടുത്തോട്ട് ചെന്നാൽ ഇടിക്കാനാണ് നിൽക്കുന്നെങ്കിൽ നമ്മൾ ദൂരെ മാറി നിന്ന് കണ്ടിട്ട് പോരും വേണമെന്നുള്ളവർ അല്ലേ? അപ്പൊ ഇവരൊരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്ന വേറെ യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ച് ചാവുകയോ ചെയ്താലും നമുക്കൊന്നുമില്ല. ഇപ്പൊ ഈ അമ്മയിലെ പൊട്ടിത്തെറി കൊണ്ട് ആകെ ഗുണം കിട്ടിയിരിക്കുന്നത് മറ്റേ പത്രാപുരത്ത് 10-25 വർഷം MLA ആയിട്ടിരുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, കെ വി ഗണേഷ് കുമാർ. ആ പുള്ളിയെ പോലുള്ളവർക്കൊക്കെയാണ് പ്രയോജനം കിട്ടിയിരിക്കുന്നത്. കാരണം മുൻ മാധ്യമങ്ങളിലൊന്നും ആർക്കും വേണ്ടല്ലോ, തോറ്റു തുന്നമ്പാടി, അത് കഴിഞ്ഞ് ഡീലാരോപണമൊക്കെ ആയിട്ട് വന്നു. പുള്ളിയൊക്കെ വന്നിട്ട് ഇവിടെ എന്നിട്ട് പത്തനാപുരത്തുള്ള ഒരു ഓൺലൈൻ ചാനലുകാരൻ്റെ കാർഡ്
ഇനി അമ്മയെ ഗണേഷ് കുമാർ നയിക്കും, ഒപ്പം രമേശ് പിഷാരടിയും. രമേശ് പിഷാരടിയാണ് അഡ്കോ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇയാള് സൈഡിൽ ഇരിക്കുകയാണ്. അധികാരമുള്ളിടത്തല്ലേ കാര്യമുള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് പണ്ട് MP ആയിരുന്നു. സുരേഷ് ഗോപി പിന്നെ ഇതിനൊന്നും പോവാത്ത ഒരാളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി MP ഒക്കെ ആയ ശേഷമാണ്, പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തുടങ്ങി വെച്ചൊരു സംഘടനയാണ് അവിടെ പോയത്. ഗണേഷ് കുമാർ മന്ത്രിയായിട്ടും MLA ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. ഗണേഷ് കുമാർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് മലയാളത്തിന്റെ മഹാനടൻ, മലയാളികളൊക്കെ ആരാധിക്കുന്ന ഇനി ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ കൂടിയായ മമ്മൂട്ടി വന്നിട്ട് ഇങ്ങനെ കുറെ നേരം നിൽക്കുന്നുണ്ട്. ഗണേഷ് കുമാർ മാറി കൊടുക്കുന്നില്ല, ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അവസാനം അദ്ദേഹം അപ്പുറത്തെ വഴിയിലൂടെ ഇറങ്ങി പോകുന്നൊരു ദൃശ്യങ്ങളുണ്ട്. അതിൽ അഹങ്കാരത്തോടെ പിടിച്ചടക്കി വെച്ചിരുന്നതാണ്. ഇന്ന് പറയുന്നുണ്ട് 7 വർഷം മുമ്പ് ഞാൻ ഇട്ടറിഞ്ഞ് പോയതാണ്, ഇന്ന് ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വിളിച്ചപ്പോൾ തിരിച്ചു വന്നത്. പുള്ളി ആരാണ്? മംഗലശ്ശേരി നീലകണ്ഠനോ? അല്ലാതെ അങ്ങനെ കണ്ടില്ലേ, എന്തോ 6 നമ്പുരാൻ രക്ഷകൻ അല്ല, നരസിംഹം സിനിമയ്ക്കകത്ത് മാരാര് വരുന്നത് പോലെ, അതായത് വക്കീലായിട്ട് മമ്മൂട്ടി വരുന്നത് പോലെ അമ്മ തകർന്നപ്പോ ഗണേഷ് കുമാറിനെ വിളിച്ചു എന്നാണ് ചില ഓൺലൈൻ മാധ്യമക്കാർ വിചാരിച്ചു. ഒന്നുമല്ല, രമേശ് പിഷാരടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഞാൻ ഈ വിഷയമല്ല പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയം എങ്കിലും ഞാൻ പറയണം. അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ കേട്ട് ഞാൻ കോരിത്തിരിച്ചു പോയി. ഇദ്ദേഹത്തെ കൊമേഡിയൻ എന്നൊക്കെ വിളിച്ച ആളുകളുണ്ടായിരുന്നല്ലോ, കോമാളി എന്ന് വിളിച്ചവരുണ്ടല്ലോ. ഇത് പഠിച്ചിട്ടാണ് ഈ MLA-മാരിലേക്ക് സ്റ്റാഫിനെ വെക്കുന്ന സ്റ്റാഫുകളുടെ ഒരെണ്ണം കൂടി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുള്ളി ഒരു പ്രസംഗം നടത്തി. അതിന്റെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളി സംസാരിക്കുന്നത്. ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും ഒരുപോലെ കൈയടിച്ചൊരു പ്രസംഗം രമേശ് പിഷാരടിയായിരുന്നു. കൃത്യമായി കൊടുക്കേണ്ടിടത്ത് വലതുപക്ഷത്തിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പക്വതയോടുകൂടിയാണ്. മറ്റയാൾ സംസാരിക്കുമ്പോൾ ഇയാളെന്തോ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചത് ഉപയോഗപ്പെടുത്തുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ട്. അമ്മയോ ഗിമ്മയോ നമുക്കറിയില്ല. പണ്ടാരോ പറഞ്ഞത് ഇത് A.M.M.A ആണ് അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ അതിനോടൊരു ഇഷ്ടം തോന്നുന്നത്. താരങ്ങൾ തമ്മിലടിക്കുകയോ ബിരിയാണി വിളമ്പുകയോ ആര് പ്രസിഡന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അവർക്ക് കള്ളു കുടിക്കാനും ഫുഡ് കഴിക്കാനും ഉള്ള ഒരു വേദി മാത്രമാണ് ആ സംഘടന. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ്. ഈ പറഞ്ഞ പുറം ലോകവുമായി ഇവർക്ക് ബന്ധമില്ല. ഇപ്പൊ അൻസിബ ഒരു ആരോപണമായി പറയട്ടെ, അൻസിബ ഒരു ആരോപണമായി പുറത്തു വരുമ്പോൾ അതിൽ മുതിർന്ന താരങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ലക്ഷ്മി പ്രിയ ചേച്ചിയെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് അമ്മയിലുണ്ടായ പ്രശ്നം അമ്മയ്ക്കുള്ളിൽ സംസാരിച്ചു തീർക്കണം. അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മളൊരു മണ്ടന്മാരോ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല അൻസിബ എന്തിനാണ് മാധ്യമങ്ങൾക്ക് പോയി ബൈറ്റ് കൊടുക്കുന്നത്? ഈ അൻസിബ പ്രശ്നത്തിന് ശേഷമാണല്ലോ ലക്ഷ്മി പ്രിയ ഓൺലൈൻ മാധ്യമങ്ങളിൽ സംസാരിച്ചത്. ലക്ഷ്മി പ്രിയ ചേച്ചി ഈ പറയപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ സംസാരിച്ച ഒന്നിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാര്യം അൻസിബ കള്ളുപിടിച്ച കഥയും ആരോ റൂമിൽ വന്ന കഥയും ഒന്നും പറയരുതായിരുന്നു. പക്ഷെ അവരെ അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വിളിച്ചിരുത്തി സംസാരിക്കാൻ ഇതിന്റെ നേതൃത്വത്തിൽപ്പെട്ടവർക്ക് സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഞാനിവിടെ പറയട്ടെ. നമ്മൾ ഇപ്പോഴും പറയുന്ന ഒന്നാണ്, സ്ത്രീകളെ നേതൃസ്ഥാനത്ത് വരണം, കൈപിടിച്ചു ഉയർത്തണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം സ്ത്രീകൾക്ക് കഴിവുണ്ടെങ്കിൽ അവർ കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരിത്രപരമായി ശ്വേതാ മേനോൻ വന്നു. ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ സ്ത്രീകളല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതിലകത്ത് 1-2 സിനിമയില്ലാതെ നടക്കുന്ന ആണുങ്ങളുണ്ട്. ഇവർക്ക് സിനിമയൊന്നുമില്ല, കുറെ ആളുകളുണ്ട്. ഇവർക്ക് സംഘടന എവിടെയൊക്കെ പോകുക, കാണിക്കുക, ഇങ്ങനെ 4 പേര് കാണുമ്പോൾ ഫോട്ടോ എടുക്കുക. അവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോയാലും മിമിക്രി കാണിക്കാൻ പോയാലും എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാം. ഇവരെയൊക്കെ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഇവരൊക്കെ ജാടയും മേലും കാണുമ്പോൾ ഉണ്ടല്ലോ, മോഹൻലാലിനെ കാണിച്ചാൽ 2 പേരുള്ള ആളാവും, മമ്മൂട്ടിയെ കാണിച്ചാലും 2 പേരുള്ള ആളാവും, സുരേഷ് ഗോപിയെ കാണിച്ചാലും 2 പേരുള്ള ആളാവും. അയാളുടെ പേര് 2 പേരുണ്ട്, 2-3 അക്ഷരം വീതമുള്ള 2 പേരുള്ള ഒരാള്. അയാളാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് വന്ന് ഇങ്ങനെ നിൽക്കും. ആരെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇദ്ദേഹത്തിന്റെ നമ്മുടെ VD സതീശൻ നടത്തിയ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, പുതിയുഗ സന്ദേശ യാത്രയോ എന്തോ ആവട്ടെ. അത് ആലുവയിൽ വന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ജുബ്ബയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളി കൊണ്ട് പിറ്റേന്ന് CPM-മാരുടെ പരിപാടി. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് വേണ്ടേ? ആരധികാരത്തിൽ വന്നാലും എനിക്കിങ്ങനെ മെയിനായിട്ട് നിൽക്കണം. ഏത് പടത്തിലാണ് ഇയാളൊക്കെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്? ഇയാൾ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പറ. അവർ ജാടയും മേലെ അഹങ്കാരവും കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്തോ മമ്മൂട്ടിയുടെ കാരുണ്യം കൊണ്ട് മമ്മൂട്ടിയുടെ മറ്റേ ബോഡി ഡൂപ്പ് ചെയ്ത് കുറെ അങ്ങനെ വന്ന് കുറച്ച് സിനിമകളൊക്കെ കിട്ടി. അല്ലാതെ എന്തെങ്കിലും ഒരു കഴിവ് തെളിയിക്കണ്ടേ? മിമിക്രി ചെയ്യാൻ അറിയാമോ? അറിയത്തില്ല. പണ്ട് സ്റ്റേജിൽ ആ പാവപ്പെട്ട ഒരു നടൻ കുറച്ച് അദ്ദേഹത്തിന്റെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റിനൊപ്പം നടന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നടന്ന് കുറച്ച് പേരുണ്ടാക്കി എന്നല്ലാതെ ഇവനൊക്കെയാണ് ഇതിനകത്ത് വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ സംഘടന ഇവർക്ക് പെണ്ണുങ്ങൾ ഭരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് സംഭവിക്കുന്നത്. ഇവർക്ക് പെണ്ണുങ്ങൾ ഭരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതിനുവേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അതിന് പെണ്ണുങ്ങൾ തന്നെ ആയുധമാണ്. അൻസിബയും ലക്ഷ്മി പ്രിയയും ശ്വേതാ മേനോനും കുക്കും പരമേശ്വരനും ആരൊക്കെയുണ്ട്, നിന്നെക്കുറിപ്പ് ആരൊക്കെയുണ്ട്, ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. ഇവരെല്ലാരും കൂടി ഇത് കോളമാക്കി ആഴ്ച നശിപ്പിച്ചത് വീണ്ടും കൊണ്ടുവന്ന് മറ്റേ ഫ്യൂഡൽ മാഡം സ്റ്റൈലിൽ മീശ വിരിച്ചു വരുന്നവർക്ക് മാത്രം വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്, ബിഗ് ടി വി വന്നു.
വിക്കി വലിയ കൊട്ടിഘോഷിച്ച് മാധ്യമങ്ങളൊക്കെ എടുത്തു വെച്ച പുതിയ ചാനൽ വരാൻ പോകുന്നു, മംഗളം TV എന്ന് പുതിയ ചാനൽ വരാൻ പോകും, പഴയ റീലോഞ്ച് ചെയ്തു. അപ്പോൾ വിക്കി വന്നപ്പോഴും അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മളൊക്കെ കണ്ടത് സുജയ പാർവതി ഇന്ത്യയിലെ തോന്നുന്നു അല്ലേ ആദ്യത്തെ ചീഫ് എഡിറ്റർ, മലയാളത്തിലെ ആദ്യത്തെ ചീഫ് എഡിറ്റർ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, പെൺമേൽക്കോയ്മ അംഗീകരിക്കാൻ സാധിക്കാത്ത കുറെ ആണുങ്ങളുണ്ട്. ഈ ആണുങ്ങൾ ആയുധമാക്കുന്നത് ഈ പെണ്ണുങ്ങളെ തന്നെയാണ്. പറഞ്ഞല്ലേ, ആങ്ങളെ ചത്താലും വേണ്ടിയല്ല നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. ആ അവസ്ഥയിലൂടെയാണ് ഇവരൊക്കെ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകരോടാണ്, മാധ്യമങ്ങളോടാണ് ഈ വിഷയം എന്തിനാടാ ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്തേ എന്ന് ചോദിക്കുന്ന കമന്റ് ബോക്സ് വരുന്നവരുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പറയുന്നതാണ്. ദയവ് ചെയ്ത് അമ്മ A.M.M.A ഈ വക ചർച്ചകൾ നിങ്ങളായിക്കോളൂ, ബാക്കിയുള്ളവരെ വെറുതെ വിടണം.